എന്നാൽ ആ ചേഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരും, അതിനെ പക്ഷേ നമ്മുടെ തലച്ചോറ് തന്നെയാണ് എതിരാളിയായിട്ടുള്ളത്. ചെറുതാണെങ്കിലും അത് അച്ചീവബിൾ ആണെങ്കിൽ, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, അത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. ചെറിയ ചെറിയ സ്റ്റെപ്സ്. ഇന്ന് വരെ ഒരു വലിയ എക്സസൈസ് പാറ്റേണിലേക്കൊന്നും പോകാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ് നടക്കാൻ തുടങ്ങും. ഒരുപക്ഷെ അരമണിക്കൂർ നേരത്തെ ഉറങ്ങുമെന്ന് തീരുമാനിക്കാം. എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു എന്നുള്ളതിന് പകരം ഇവിടുന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കായിരിക്കും നല്ലത്. റീഫ്രെയിം ദ ചലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം, മാറ്റം നമ്മളാൽ തടുക്കപ്പെടാത്ത ഒരു സാധനമാണ്. എന്തായാലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. മാറ്റം തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചും മാറിക്കൊണ്ടിരിക്കുന്നില്ല. അത് ചിലപ്പോൾ പോസിറ്റീവ് സൈഡിലേക്കും ചിലപ്പോൾ നെഗറ്റീവ് സൈഡിലേക്കും, അനാരോഗ്യപരമായ മാറ്റങ്ങൾ. ഇത്തരം മാറ്റങ്ങൾ നമ്മളായിട്ട് വരുത്തിയാൽ എങ്ങനെയിരിക്കും, അത് എത്രത്തോളം, അതാണ് എംബ്രേസിങ് ചേഞ്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിൽ ഇംഗ്ലീഷിൽ ഹെഡിങ് കൊടുത്തത് തന്നെ. കാരണം നമ്മൾ അതിനെ നമ്മളായിട്ട് മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ എംബ്രേസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ നമുക്ക് ആ പോസിറ്റീവ് സൈഡിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം നമ്മുടെ ആരോഗ്യത്തിനെ, അതിനു വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 7 ചുവടുവെപ്പുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ചസ് ഉള്ളത്? പല സീസണുകൾ മാറി വരുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അല്ല. എന്നിട്ടും ഇത്തരം സീസണുകളൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യാൻ സീസൺ മാറിയിട്ട് വരെ ഒരുപക്ഷെ ഇവിടുന്ന് ശ്രീനഗറിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് വരെ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് എത്തുന്നത്. എന്നാൽ ചില മാറ്റങ്ങളൊക്കെ നമുക്കൊരു പക്ഷേ വളരെ അരുചികരമായി തോന്നുന്നതാണ്. കോവിഡ് അത്തരം ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തേക്ക് എത്തിച്ചത്. ഫുൾ ലോകം തന്നെ ലോക്ക്ഡൌൺ ആയി. ഏതാണ്ട് എയർപോർട്ട് അനങ്ങുന്നില്ല, റെയിൽവേ സ്റ്റേഷൻ അനങ്ങുന്നില്ല, പുറത്താരും ഇറങ്ങിക്കൂടാ. പെട്ടെന്ന് തന്നെ എല്ലാം ആ ഒരു രീതിയിലേക്ക്, ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിക്കാൻ ഒരുപക്ഷെ ആ വൈറസിനും നമുക്ക് തന്നെയും കഴിഞ്ഞു. നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴേക്കും നമ്മളും അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി അതിനൊത്ത് പ്രവർത്തിച്ചു. അവിടെ ആദ്യമൊക്കെ ഇതിനെ റെസിസ്റ്റ് ചെയ്ത ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ പോലീസുകാരെ പറ്റിച്ചിട്ടൊക്കെ പുറത്തിറങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അവര് പല രീതിയിൽ അവർക്ക് തന്നെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ലെവലിലേക്കാണ് പോയത്. എന്നാൽ അതിനെ എംബ്രേസ് ചെയ്തിട്ട് ഇതിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരുണ്ട്. സ്ലോലി എല്ലാവരും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് എത്തി. സോ എന്തുകൊണ്ടാണ് ലോകത്ത് ചേഞ്ച് ഉള്ളത് എന്ന് സാധാരണ ആരും ചോദിക്കാത്ത ഒരു ചോദ്യമാണ്. കാരണം അതുണ്ട്. എന്നാൽ ആ ചേഞ്ചസ് നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ കൊണ്ടുവരും, അതിനെ പക്ഷേ നമ്മുടെ തലച്ചോറ് തന്നെയാണ് എതിരാളിയായിട്ടുള്ളത്. നമ്മുടെ ബ്രെയിൻ സാധാരണഗതിയിൽ ഒരു ഫെമിലിയാരിറ്റി, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മുമ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. ഉദാഹരണത്തിന്, ജയിലിൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് താമസിച്ച ഒരാൾ, അയാൾ പുറത്തെ ക്ലൈമറ്റിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപക്ഷെ അത് അസഹനീയമാവുകയും തിരിച്ച് ഞാൻ ജയിലിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു ഫെമിലിയാരിറ്റിയും റൂട്ടീനും നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഇമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു വന്നിട്ടുണ്ട്. അത് എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും, നമുക്ക് പല കാര്യങ്ങളും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് രണ്ടും നമുക്കൊരു സേഫ്റ്റി, ഒരു സെക്യൂരിറ്റി തരുന്നുണ്ട്. ഇത് ജസ്റ്റ് ജയിലിലെ കാര്യം മാത്രമല്ല, പുറത്താണെങ്കിലും ഇതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നടക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഇത്തരം ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ തലച്ചോറ് അതിനെ ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ടാണ് കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞ സേഫ്റ്റി, സെക്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം ഭീഷണികളെ നമ്മൾ ശരിയായ രീതിയിൽ ഫേസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഒരു പേടി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. സോ ഇത്തരം ഒരു മാറ്റങ്ങൾ നമ്മളത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാം. സാധാരണഗതിയിൽ ഒരാള് നടക്കാൻ പോകുന്ന ഒരാള്, അയാൾക്ക് ദിവസവും പോകുന്ന ഒരു റൂട്ട് ഉണ്ടാവും, അല്ലെ? എല്ലാ ദിവസവും ആ ഒരു റൂട്ടിൽ തന്നെ ആയിരിക്കും പോകുന്നത്. ഒന്ന് മാറിയിട്ട് പോയി നമുക്ക് അവിടെ പലതരത്തിലുള്ള എൻജോയ്മെന്റ് കിട്ടുന്നുണ്ടാവും. എല്ലാ ദിവസവും മാറിയിട്ട് വീണ്ടും ഒരു റിസ്ക് ഫാക്ടറിലേക്ക് പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ റൂട്ടീൻ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മൾ ദിവസവും പോകുന്ന റൂട്ട് ഒന്ന് മാറ്റി വേറൊരു റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, അത് നമ്മളെ സംബന്ധിച്ച് ഒരു മാറ്റം ആക്സെപ്റ്റ് ചെയ്യുന്നതിന് കാരണം. നമ്മൾ ദിവസവും ഒരുപക്ഷെ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആരായാലും ആ കുക്ക് ചെയ്യുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ ആദ്യം ഉണ്ടാക്കുന്ന ഗ്യാസ് സ്റ്റൗ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരേ ഒരു പാറ്റേൺ ഉണ്ടാവും.
എന്തിനും കുളിക്കുമ്പോൾ നമ്മൾ സോപ്പ് തേക്കാൻ വേണ്ടിയിട്ട് സോപ്പ് എടുക്കുമ്പോൾ അത് ആദ്യം അപ്ലൈ ചെയ്യുന്ന ഏരിയ പോലും ഒരു പാറ്റേണിലായിരിക്കും. ഇത് നമ്മൾ അറിയാതെ, നമ്മൾ ബോധപൂർവം അല്ലാതെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മാറും പെട്ടെന്ന്, അല്ലെ? മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്നാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഞാൻ എൻ്റെ ഒരു സ്റ്റോറി പറയാം. ഇത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഞാൻ മുമ്പ് 92-94 പ്രീ ഡിഗ്രി പാസ്സായ സമയത്ത് എനിക്ക് ആയുർവേദ കോളേജിൽ സെലക്ഷൻ കിട്ടുകയും ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം അവിടെ പഠിക്കുകയും ചെയ്തു. ഈ പഠനത്തിന്റെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് എനിക്ക് ആസ് എ മെഡിക്കൽ സ്റ്റുഡന്റ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് ഒരുപക്ഷെ ഒരു ജോലി സാധ്യത നോക്കി ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത്. അവിടെ കമ്മ്യൂണിക്കേഷൻ സെക്ടർ ആയിരുന്നു ഞാൻ ആദ്യം പഠിച്ചത്. ആയുർവേദ കോളേജിലെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമായിരുന്നു. 1.5 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത സമയത്ത് കംപ്ലീറ്റ് സെനാരിയോ മാറി. ഞാൻ നേരത്തെ ഡിസിപ്ലിൻ ഒന്നും അധികമായിട്ട് ഇല്ലാത്ത അല്ലെങ്കിൽ സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി സ്റ്റുഡന്റിൽ നിന്ന് മാറി ഒരു എയർഫോഴ്സിന് അല്ലെങ്കിൽ ഒരു ആംഡ് ഫോഴ്സിന് യോജിച്ച രീതിയിലുള്ള ഒരു സോൾജിയർ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ? ഇതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു ഷെഡ്യൂളിനുള്ളിലൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നുണ്ട്, അല്ലെ? ഇത്തരം ഷെഡ്യൂളിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിന്റെ 2 വർഷത്തെ ട്രെയിനിങ് സക്സസ്ഫുള്ളി പാസ് ഔട്ട് ആയി. പിന്നീട് ഡിഫൻസിലുണ്ടായിരുന്നു, കുറച്ചു കാലം വർക്ക് ചെയ്തു. എന്നാൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 250ഓളം പേര് ഒരുമിച്ചാണ് ആ ട്രെയിനിങ് സെന്ററിൽ ഉണ്ടായിരുന്നത് ബാംഗ്ലൂർ. പക്ഷെ 250 പേരും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവോ? ഇല്ല. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർ ആ റെസിസ്റ്റൻസിന് വഴങ്ങി ആ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ അവിടുന്ന് പുറത്തേക്ക് പോയി. സോ ദർ ആർ 2 ഓപ്ഷൻസ്. ഒന്ന്, വേണമെങ്കിൽ നമുക്ക് ആ ഒരു ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാം, അത് നമ്മുടെ നല്ലതിനാണെന്നുള്ളത് മനസ്സിലാക്കാം, എന്നിട്ട് അതിന്റെ ഒന്നിച്ച് മുന്നോട്ട് പോവാം. അതല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് എന്താണോ കൂടുതൽ നല്ലതെന്ന് മനസ്സിലാക്കുന്നത് അതിലേക്ക് പോയി എഗെയിൻ അവിടെയും ഒരു മാറ്റം ആവശ്യമാണ്. പഴയതിലേക്ക് ഒരു സ്ഥലത്ത് നിന്ന് വിട്ടിട്ട് വീണ്ടും അതേ സ്ഥലത്ത് തിരിച്ചെത്തുക എന്ന് പറയുന്നത് പൊതുവെ ഒരു മാറ്റത്തിനെ സംബന്ധിച്ച് പോസിബിൾ അല്ല. സോ നമ്മൾ വീണ്ടും അവിടെ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് മാറാൻ റെഡി ആവേണ്ടതുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ പല സ്ഥലത്തും നിങ്ങൾ ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടാവും. ആരൊക്കെയാണ് മാറ്റം ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൈ പൊങ്ങുന്നുണ്ടാവും, അല്ലെ? എന്നാൽ ആരൊക്കെയാണ് മാറാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ആരും കാണാറില്ല. പക്ഷെ നമ്മൾ മാറാതെ നമ്മുടെ എൻവയോൺമെന്റ് മാറുമോ? അതിന് സാധ്യത വളരെ കുറവാണ്. അതാണ് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന കാര്യം. ഇവിടെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ മാറാം, ആ ഒരു ചുവടുവെപ്പുകളിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. 7 പോയിന്റുകളേ ഉള്ളൂ. ഈ ഒരു 7 പോയിന്റുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ വലിയ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള പോയിന്റുകളാണ്. സാധാരണഗതിയിൽ നമുക്ക് അറിയാം പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് ഒരുപക്ഷെ സ്ട്രെസ് റിലേറ്റഡ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കം കുറഞ്ഞ രാത്രികളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണത്തിന്റെ അഭാവം, ചില രോഗങ്ങൾ, അതല്ലെങ്കിൽ രോഗത്തിൽ നിന്നുള്ള തിരിച്ചു വരവ്, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രായം കൂടുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ടും റെസിസ്റ്റ് ചെയ്ത് അതിനെ സമ്മതിക്കാതിരുന്നു കഴിഞ്ഞാൽ, മീൻസ് അതിന് വഴങ്ങിക്കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഈ സീസൺ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പലതരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസും ഉണ്ട്, അതിന്റെ ഒന്നിച്ച് തന്നെ പല സീസണുകളും ഉണ്ട്, ഋതുക്കൾ. ഈ ഋതുക്കളൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അതിനെ എതിർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആക്സെപ്റ്റ് റിയാലിറ്റി. എന്താണോ യാഥാർത്ഥ്യം, എന്താണോ നടക്കുന്നത്, അതിനെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എന്തുകൊണ്ടാണ് ശരിക്കും റെസിസ്റ്റൻസ് നടക്കുന്നത്? ബിക്കോസ് ചേഞ്ച് ഉണ്ട്. ചേഞ്ച് ഉള്ളത് കൊണ്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ഈ റെസിസ്റ്റൻസ് കൊണ്ട് തന്നെ അത് നമ്മുടെ കംഫർട്ട് സോണിനെ ഒന്നുകൂടി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കംഫർട്ട് സോൺ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ചേഞ്ച് ഈ കംഫർട്ട് സോണിനെ ഇല്ലാതാക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ ഒന്നിച്ച് തന്നെ ചേഞ്ചിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അതിനെ എതിർക്കുമ്പോഴും കംഫർട്ട് തീർത്തും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചേഞ്ച് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിനെ ഒരുപക്ഷെ ചലഞ്ച് ചെയ്തേക്കാം. പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസ്, സെക്യൂരിറ്റി ഇല്ലായ്മ ഒക്കെ ഉണ്ടാവും, സേഫ്റ്റി സെക്യൂരിറ്റി ഇല്ലായ്മ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പക്ഷേ നമുക്ക് പേടിയുണ്ടാവും നമ്മൾ തോറ്റുപോയാലോ. മറ്റ് പഴയ എക്സ്പീരിയൻസുകളും ഒക്കെ നമുക്ക് ഈ ചേഞ്ചിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു കാരണമാവുന്നുണ്ടാവും. പക്ഷെ ഇത്തരം കാരണങ്ങളിലൂടെ നമ്മൾ പോകുമ്പോഴും നമ്മൾ ആ റെസിസ്റ്റൻസിനെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ
റെസിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ അതിനെ പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ നമ്മളെ ഇത് ബെറ്റർ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യം എന്താണ്? ആക്സെപ്റ്റ് റിയാലിറ്റി. എന്താണോ ഉള്ളത് അത് ഉണ്ട്, അതിനെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഒന്നിച്ച് മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളത് മനസ്സിലാക്കുക. പോയിന്റ് നമ്പർ 2, സെറ്റ് സ്മോൾ ഗോൾസ്. ചെറുതാണെങ്കിലും അത് അച്ചീവബിൾ ആണെങ്കിൽ, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. ചെറിയ ചെറിയ സ്റ്റെപ്സ്. ഇന്ന് വരെ ഒരു വലിയ എക്സസൈസ് പാറ്റേണിലേക്കൊന്നും പോകാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റ് നടക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഒരു ഉറക്കം വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറക്കമുള്ള ഒരാള് ഒരുപക്ഷെ അരമണിക്കൂർ നേരത്തെ ഉറങ്ങും എന്ന് തീരുമാനിക്കുക. അതിന് ഒരു പക്ഷേ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് നമ്മുടെ വർക്ക് ഒന്ന് മാനേജ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം അല്ലെങ്കിൽ മൊബൈൽ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് മാറ്റി വയ്ക്കായിരിക്കും. ഒരു അരമണിക്കൂർ നേരത്തെ അതിനെ മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഒരുപക്ഷെ ഭക്ഷണം നല്ലതാക്കാൻ ഒരു ചെറിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഒരു ഷുഗറി ഡ്രിങ്കിന്റെ അളവ് കുറക്കുക, അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ എന്റെ ഭക്ഷണത്തിൽ ഞാൻ കൂട്ടുക. ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കോൺഷ്യസ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഗോൾസ് ആണ്, പക്ഷെ ഇത് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് വലിയൊരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റുക. സ്മോൾ ബട്ട് അച്ചീവബിൾ, അത് തീർച്ചയായിട്ടും നമുക്ക് കൗണ്ട് ചെയ്യും. തേർഡ് പോയിന്റ്, പ്രോഗ്രസ് നോട്ട് പെർഫെക്ഷൻ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ പെർഫെക്റ്റ് ആവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിൽ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും നല്ലത്. പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ? ഇന്നലെ ഞാൻ 5 പുഷപ്പ് എടുത്തു, ഇന്ന് എനിക്ക് 6 പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് 6 പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. കൺസിസ്റ്റൻസി ഈസ് ഗ്രേറ്റർ ദാൻ ഇന്റൻസിറ്റി. നമ്മൾ എത്ര ഇന്റൻസിറ്റി അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വർക്ക്ഔട്ടിനെ പറ്റി മാത്രമല്ല, ഇപ്പം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എടുത്തോളൂ. നമ്മൾ ഒരു ദിവസം വളരെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഭക്ഷണങ്ങൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ എത്തിച്ചു. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും വളരെ മോശം അല്ലെങ്കിൽ വളരെ ഡെയിലി റെസ്റ്റോറന്റ് ഫുഡിലേക്കോ അല്ലെങ്കിൽ പാക്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡിലേക്കോ പോവുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വളരെ മോശമാണ്. ഇന്റൻസിറ്റി അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഡെയിലി നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ ഫാമിലിയോടൊത്ത് അരമണിക്കൂർ സമയം എടുത്തിട്ട് ഒരു 20 പ്രാവശ്യമെങ്കിലും ഓരോ ഉരുളയും ചവച്ചുകൊണ്ട് വളരെ പ്രാക്ടിക്കലി ആയിട്ട് തന്നെ നല്ലതാക്കാൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അറ്റ്ലീസ്റ്റ് 1 ടൈം അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ നന്നാവും. അത് ഡെയിലി ബേസിസിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കൺസിസ്റ്റൻസിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത്തരം കൺസിസ്റ്റൻസി കൊണ്ട് മേ ബി ഒരാഴ്ച നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തതിന് ശേഷം, ഓക്കെ, ഇതുവരെ ഡെയിലി പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം പുറത്തു നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ ഒരു സെലിബ്രേഷൻ മൈൻഡും വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, അതേഴ്സ് ഇവിടെ ഇത്തരം ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുകയും വേണം. നമ്മുടെ മനസ്സ് അതിനു വേണ്ടിയിട്ട് ഉള്ളതാണ്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അത് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ സാധിക്കും. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്, ഫോർത്ത് പോയിന്റ്. ബിക്കോസ് നമ്മളെ എങ്ങനെയാണോ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള യൂട്യൂബുകളും പറയുന്നുണ്ട്. എന്നാൽ അതിന്റെ ഒന്നിച്ച് തന്നെ നമ്മൾ അതിന്റെ സയൻസ് കൂടി മനസ്സിലാക്കിയിട്ട് അവിടെ നോളജ് ബേസ്ഡ് ഓൺ സയൻസ് ആണെങ്കിൽ അത് പ്യുവർലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നില്ലേ? നമ്മളത് റെഗുലർ ബേസിൽ ചെയ്യാനുള്ള സാധ്യത കൂടുന്നില്ലേ? നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ശരീരത്തിനെ പറ്റി, നമ്മുടെ ന്യൂട്രീഷണൽ കണ്ടന്റിനെ പറ്റി, നമ്മുടെ ഭക്ഷണത്തിലെ ന്യൂട്രീഷണൽ കണ്ടന്റിനെ പറ്റി, അതുപോലെ തന്നെ മാനസികാരോഗ്യം എങ്ങനെ ശരീരത്തെ സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ ബോഡി മൂവ്മെന്റ്, എന്തുകൊണ്ടാണ് നമുക്ക് സ്ട്രെച്ചിങ് ആദ്യം ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് ലാസ്റ്റ് വാമപ്പിന് ശേഷം നമ്മൾ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്തുകൊണ്ട് സ്ട്രെച്ചിങ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബോഡി മൂവ്മെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, അതേസമയത്ത് ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഫൈബർ ഫുഡ് ആദ്യം കഴിക്കണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പാറ്റേൺ നമ്മുടെ ആരോഗ്യത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തൃഷ്ണ തരുന്നുണ്ടാവും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ വളരെ ബെറ്റർ ആണ്. ഫിഫ്ത്ത് പോയിന്റ്, ഗെറ്റ് സപ്പോർട്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തിനെ സ്വാധീനിക്കുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ആയിക്കോട്ടെ, അല്ല ഫാമിലി ഹെൽത്ത് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ
നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ സോഷ്യൽ സപ്പോർട്ട് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ വരുമാനം, എക്കണോമി, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. സോ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള ആൾക്കാര്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ, നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും അത് പോസിറ്റീവ് ആയിട്ടുണ്ടാവണം. നമ്മുടെ കൂടെയുള്ള ആൾക്കാര് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും, നമ്മുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. അത് കൂടാതെ ജസ്റ്റ് ആ ഒരു നമ്മുടെ കൂടെയുള്ള ആൾക്കാരെന്ന് മാത്രം നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ വയ്ക്കുന്ന ചാനലുകൾ, നമ്മുടെ സെൻസറി ഇൻപുട്ട് എന്തൊക്കെയുണ്ടോ, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, ഇത്തരം കാര്യങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ തന്നെ ആയിരിക്കും. റിമൂവ് ടെംപ്റ്റേഷൻസ് ആൻഡ് ട്രിഗേഴ്സ് ദാറ്റ് ലീഡ് യു ഓഫ് ട്രാക്ക്. പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസ് നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. കാരണം ഇന്ന് മുതൽ ഞാൻ നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ട് ഓഫീസിലെത്തുമ്പോഴായിരിക്കും ആരുടെയെങ്കിലും ബർത്ത്ഡേയും കേക്ക് മുറിക്കുന്നതും ഒക്കെ. ഇത്തരം ടെംപ്റ്റേഷന് എങ്ങനെ നമുക്ക് മാറാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സാധ്യമാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. നമ്മുടെ കയ്യിൽ ഒത്തിരി കപ്പാസിറ്റീസ് ഉണ്ട്. കാരണം ഒരു പ്രാവശ്യമേ നമുക്ക് അവരോടത് പറയേണ്ടി വരുന്നുള്ളൂ. എല്ലാ ദിവസവും ഉള്ള അൺഈവൻ ആയിട്ടുള്ള ഭക്ഷണ രീതികളിൽ നിന്ന് മാറാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിനോട് ഒരു പ്രാവശ്യമേ പറയേണ്ടി വരുന്നുള്ളൂ. കാരണം ആ ടെംപ്റ്റേഷൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതിനുശേഷം നമ്മളത് പറഞ്ഞിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാതിരിക്കുക. സോ അവിടെ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അത്തരം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അതിന്റെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഊട്ടിയുറപ്പിക്കാൻ പറ്റും. അതിന്റെ ഒന്നിച്ച് തന്നെ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള മാനസിക നില കിട്ടുന്നുണ്ടാവും, ആറ്റിറ്റ്യൂഡ് കിട്ടുന്നുണ്ടാവും. ഇതല്ല, ഒരു കമ്മ്യൂണിറ്റിയിലൊന്നും ഇപ്പോഴും എനിക്ക് പോകാൻ എളുപ്പമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹെൽത്ത് കോച്ച്, ഇൻഡിവിജ്വൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള പേഴ്സണലൈസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കോച്ചിന്റെ സപ്പോർട്ട് എടുക്കാം. അത്തരം ആളുകൾ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ഉള്ളവരാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സെൽഫ് കമ്പാഷൻ. സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. നമ്മുടെ ചേഞ്ചും വളരെ പ്രോഗ്രസീവ് ആയിരിക്കും, വളരെ സ്ലോ ആയിരിക്കാം ഒരു പക്ഷെ. ഇൻ കേസ് അവിടെ നമുക്കൊരു സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അവിടെ കമ്പാഷനേറ്റ് ആയിരിക്കണം. നമ്മളോട് തന്നെ ഒരു എമ്പതി ഉണ്ടാവണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ദയവുണ്ടാവണം. നമ്മൾ തന്നെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അത് ശരിക്കും നമ്മളെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ലൈനിലേക്കാണ് എത്തിക്കുന്നത്. നമുക്ക് അത്തരം ഒരു കഴിവുണ്ടാവുമ്പോൾ നമ്മുടെ മാറ്റം എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്താണ് മീനിങ് കൊടുക്കുന്നത്, ആരോഗ്യത്തിലേക്ക് പോകണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ എങ്ങനെ കാണും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടും. ശരിക്കും ഈ ഒരു ചിത്രം അതിനെ കംപ്ലീറ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഇൻട്രോസ്പെക്ഷൻ അവിടെ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഗോൾസ് എന്താണ്, നമ്മുടെ പ്രയോറിറ്റീസ് ലൈഫിൽ എന്തൊക്കെയാണ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഫാമിലിയുടെ ആരോഗ്യം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടും. ആൻഡ് ബി ക്യൂരിയസ്, നോട്ട് ഫിയർഫുൾ. പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈ മീ, എന്തുകൊണ്ട് എന്നെ ഇത്തരം ഒരു പ്രോബ്ലത്തിലേക്ക് ദൈവം കൊണ്ട് ചെന്നെത്തിച്ചു. എന്നാൽ അതേ സമയത്ത് അതിനെപ്പറ്റി നമുക്ക് പല അപ്രോച്ചും എത്തിക്കാം, അല്ലെ? വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് പേഴ്സൺ ഒരു സമയത്ത് ക്യാൻസർ വന്ന ഒരു സമയത്ത് അദ്ദേഹത്തിനോട് പ്രസ് റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഒരിക്കൽ പോലും തോന്നിയില്ലേ ദൈവത്തിനോട് ഇത് ചോദിക്കാൻ, വൈ മീ, ഞാൻ എന്റെ കരിയറിൽ ഇത്രയും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ആ ഒരു കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇത്തരം ഒരു രോഗം വന്നത് ശരിയായോ എന്ന് ദൈവത്തിനോട് നിങ്ങൾ ചോദിച്ചോ? അദ്ദേഹത്തിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആയിരുന്നു, ഞാൻ ഈ കൊടുമുടിയിൽ എത്താൻ വേണ്ടിയിട്ട് ദൈവം എന്നെ തന്നെ എന്തിന് ചൂസ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ ദൈവത്തിനോട് ചോദിച്ചിട്ടില്ല. ഈ സ്പോർട്സ് കരിയറിൽ ഞാൻ ഇത്രയും സക്സസ്ഫുൾ ആയ സമയത്ത് ഒരിക്കലും ഞാൻ ദൈവത്തിനെ ആ ഒരു രീതിയിൽ എന്നെ മാത്രം എന്തുകൊണ്ട് ഇത്രയും സക്സസ്ഫുൾ ആക്കി എന്ന് ചോദിക്കാത്ത സമയത്ത് ഞാൻ എന്തിന് ഇപ്പോൾ ചോദിക്കണം? ഈ ഒരു ചോദ്യം, വാട്ട് കാൻ ഐ ലേൺ ഫ്രം ദിസ് എന്നുള്ള ഒരു ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സിറ്റുവേഷനെയും എല്ലാ ചലഞ്ചസിനെയും പോസിറ്റീവായി കാണാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റൻ ആണ്. എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു എന്നുള്ളതിന് പകരം ഇവിടുന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, എങ്ങനെയാണ്
മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കിയിരിക്കും നല്ലത്. റീഫ്രെയിം ദ ചലഞ്ചസ് ആസ് ഓപ്പർച്യൂണിറ്റീസ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരുപക്ഷെ ഈ പറഞ്ഞ 7 പോയിന്റുകളും നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത്തരം ഒരു മൈൻഡ് സെറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. നമ്മൾ ആരോഗ്യത്തിന്റെ കപ്പാസിറ്റിയിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഹെൽത്തോ വെൽത്തോ എന്തോ ആയിക്കോട്ടെ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അത്. നമ്മുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യും, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, ഇമോഷണൽ വെൽബീയിങ് തുടങ്ങി എല്ലാ ഏരിയകളിലും അത് വളരെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, എന്തൊക്കെ മാറ്റങ്ങളുണ്ടോ ആ മാറ്റങ്ങളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ തന്നെ ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉത്തേജകം ആയി പ്രവർത്തിപ്പിക്കാനും നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്. സോ അത്തരം ഒരു കാര്യമാണ് നമുക്ക് വേണ്ടത്. ഈ പറഞ്ഞ 7 പോയിന്റുകളും ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വളരെ ഹെൽപ്ഫുൾ. ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ജസ്റ്റ് ആ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് ദ ഇന്റേണൽ ഹെൽത്ത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ആരോഗ്യം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ അതിനെ ബെസ്റ്റ് രീതിയിലേക്ക് എത്തിക്കണം. സോ അതിന് പോസിറ്റീവ് സൈഡ് വളരെ എളുപ്പത്തിൽ പറയാവുന്ന മാനസികമായിട്ടുള്ള ചില പോസിറ്റീവ് സൈഡ് എന്തൊക്കെയാണ്? ഒന്ന്, ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, അത് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ വളരെ കുറയുന്നുണ്ടാവും. എന്നാൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇമോഷണലി നമ്മളുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരോട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും, നമ്മൾ പെരുമാറുന്നുണ്ടാവും. സോ എവറി ഡേ ഈസ് എ ന്യൂ ഡേ, ന്യൂ ഓപ്പർച്യൂണിറ്റി, ന്യൂ ചാൻസ് ടു ഇംപ്രൂവ് യുവർ സെൽഫ്, ഇംപ്രൂവ് യുവർ ഹെൽത്ത്, ഇംപ്രൂവ് യുവർ ഫാമിലി. ഹെൽത്ത് ഈസ് എ ചോയ്സ്. ജോൺ സി മാക്സ്വെലിന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ട് ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ചേഞ്ച് ഈസ് ഇന്നോവേറ്റബിൾ ബട്ട് ഗ്രോത്ത് ഈസ് എൻ ഓപ്ഷൻ. ചേഞ്ച് എന്തായാലും ഉണ്ടാവും, ബട്ട് അതിൽ ഗ്രോ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് ഉള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു ഓപ്ഷനെ പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ അവിടെ ആരോഗ്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും, അതിന് സ്റ്റെപ്പ് റൈറ്റ് ഡൗൺ ചെയ്യുക. 1, 2, 3 പോയിന്റുകളായിട്ട് മേ ബി അടുത്ത ദിവസത്തേക്ക് നമ്മളൊരു 10 പോയിന്റ് എഴുതുക. എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും, ഹെൽത്തി വേയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മുമ്പുള്ള പല സെഷനിലും നമുക്ക് എങ്ങനെ ആരോഗ്യം മെച്ചപ്പെടുത്താം എന്നുള്ളതിന്, ഉറക്കത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും, എങ്ങനെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഡെയിലി മൂവ്മെന്റ് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഭക്ഷണം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നൊക്കെ. സോ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. മുമ്പ് ഒരു കാലത്ത് മേ ബി 30 വർഷം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള പ്രോസസ്ഡ് ഫുഡ് അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. മുമ്പ് ഒരു വർഷത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടി അപൂർവമായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പകരം നമ്മൾ ഇപ്പോഴും ഒരു ആളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ദിവസം തന്നെ 3 or 4 കേക്ക് മുറിക്കുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഈസ് ദർ. ഓക്കെ, അതുണ്ടാവും. പക്ഷെ ഈ ചേഞ്ചിനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ് ഞാൻ ഇവിടെ ആലോചിക്കേണ്ടതും നമ്മൾ സ്ട്രൈവ് ചെയ്യേണ്ടതും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് ട്രാൻസ്ഫോർമേഷൻ, ദ റിയൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ, മാറ്റം. അതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക. പല രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് ഒരു പക്ഷേ പോസിറ്റീവ് ആവണമെന്നില്ല, പക്ഷെ അതുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക ആൻഡ് ത്രൈവ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇത്തരം ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടത്. ആൻഡ് അത് നമ്മുടെ ആരോഗ്യത്തിനെ പൂർണ്ണമായ രീതിയിൽ സന്തുലിതമാക്കുന്നുണ്ടാവും, മെച്ചപ്പെടുത്തുന്നുണ്ടാവും. താങ്ക് യു.